തൻ്റെ ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരെ കണ്ടെത്താനും ബെസ്റ്റ് 11 തിരഞ്ഞെടുക്കാനും മിടുക്കനാണ് ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണി. അതുകൊണ്ട് തന്നെ തൻ്റെ പ്ലേയിങ് 11 കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായി ധാരണ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ മോശമല്ലാത്തൊരു ബൗളിംഗ് ലൈനപ്പും ഇപ്പോൾ CSKക്കൊപ്പമുണ്ട്. ദീപക് ചഹാർ, അതുപോലെ ടീമിലേക്ക് മടങ്ങിയെത്തിയ സദുൽ താക്കൂർ, രവീന്ദ്ര ജഡേജ എന്നീ എക്സ്പീരിയൻസ്ഡ് അവരുടെ സാന്നിധ്യം CSKക്ക് കരുത്താവും. മറ്റൊരു സ്പിന്നർ കൂടി ഉൾപ്പെടുത്തുകയും മദിഷ പതിരാനെ, മുസ്താഫിസുർ റഹ്മാൻ എന്നിവരിൽ ഒരാളെ കളിപ്പിക്കുകയും ചെയ്താൽ CSK വളരെ സന്തുലിതമായ ഒരു പ്ലേയിങ് 11 തന്നെ ടൂർണമെന്റിൽ ഇറക്കുമെന്ന് ഉറപ്പാണ്. ഇനി മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ ക്യാപ്റ്റൻസി വിവാദം പുകയുകയാണ് അവിടെ. അതിനൊപ്പം ഫെബ്രുവരി വരെ ട്രേഡ് വിൻഡോ തുറന്നിട്ടതിനാൽ ആരൊക്കെ ടീം വിടും എന്ന ആശങ്കയുമുണ്ട്. അതിനൊപ്പം ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് എന്നിവരുടെ പരിക്കും രോഹിത്തിന്റെ അപമാനിക്കപ്പെട്ട വേദനയും മുംബൈ നിരയിലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ലേലത്തിൽ ജെറാൾഡ് കോട്സി, ദിൽഷൻ മധുശങ്ക, ശ്രേയസ് ഗോപാൽ, നുവാൻ തുഷാര, നമൻ ദീർ, അൻഷുൽ കാംബോജ്, മുഹമ്മദ് നബി, ശിവാലിക് ശർമ്മ എന്നിവരെയാണ്